എടാ എങ്ങനെയുണ്ട് നമ്മളെ ഡ്രസ്? എന്റെ ശബനാരെ മേച്ചാ നമ്മള് കണ്ടില്ലേ നീ? എങ്ങനെയുണ്ട് സൂര്യ? എങ്ങനെയുണ്ട് മാച്ച്? നമ്മള് 3 മാച്ചാ. കൊള്ളാം, അടിപൊളി. പാത്തുവത പച്ച പുൽച്ചാടിയെ പോലെ നടന്നരികയാണ്. ഓ ഗൈസ്, ഹായ് പാത്തു, ഹായ്. ഇത് ഇൻട്രോവർട്ടായ പയ്യനാണ് കേട്ടോ, അതുകൊണ്ട് ഇൻട്രോയില് പയ്യൻ വരൂലെന്നാണ് പറയണത്. അപ്പൊ നമുക്കേ ഇന്ന് അജ്മലിന്റെ കല്യാണമാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും കൂടി അജ്മലിന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അജ്മലിന്റെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന അജൂഖാന്റെ കല്യാണം. ഓക്കേ പയ്യൻ പോണ ഇറങ്ങിയത്. ഓ പോയിട്ട് വരും. നമ്മൾ രാവിലെ 8:30 ഇവിടെ എത്തിയിട്ടുണ്ട്. വ്ളോഗർ മാത്രം 11 മണിയായി. ഇത്തിരി താമസിച്ചാല് എല്ലാരും പൊക്കിയിട്ട് വരണ്ടായിരുന്നു. എന്താ എല്ലാരും വെള്ളക്കാരാണല്ലോ, എല്ലാരും വെള്ളമയാണ് ഗൈസ്. വെള്ളക്കാര് ഇത് താമസിച്ചാലിയ. ഇന്ന് ഒരുപാട് കല്യാണ ആലോചനകൾ വരും. എല്ലാരും സ്വന്തമായിട്ട് എന്തിനാ മാട്രിമോണിയത് അളിയാ? ഓ പിന്നെ ക്യാമറ തൂക്കി പിടിച്ച് കിടക്കണം. അവന് ക്യാമറ ആണപ്പോ നാണൊക്കെ എന്തിനാ ഇവനൊക്കെ മ്ലേച്ഛമായ വർത്തമാനം ഇങ്ങോട്ടളിയാ? ഇവിടെ എന്തിനാ കാക്ക തൂറിയതാ? പെർഫ്യൂം ഇന്ന് മാമച്ചിയുടെ കല്യാണമാണ്. അപ്പൊ എന്താണ് അതിനെ പറ്റി 2 വാക്ക് പറ. നമുക്ക് കല്യാണം കഴിക്കണ്ടേ? ഇങ്ങനെ കല്യാണം കൂടി നടന്നാ മതിയോ? എന്ത് നല്ല രസമാണ്, കഴിച്ചു നോക്ക്. എനിക്കൊന്നും വയ്യ പൈസ കളയാനൊന്നും. അളിയ ചെത്തി നിൽക്കാൻ കേട്ടോ. പരിപാടികളെല്ലാം അളിയൻ കൊണ്ട് പോവേ തന്നെ. എന്താ വെള്ളക്കാരെല്ലാം വരിയായിട്ട് പോവേണ്. പോട്ടെ. വെള്ളക്കാരെല്ലാരും കൂടെ വെള്ളക്കാറിൽ പോവേണ് കേട്ടാ. രാവിലെ കുളിച്ച് ഒരുങ്ങി വേണ്ട. ഇന്നലെ തൊട്ടേ ഇവൻ ബ്യൂട്ടി പാർലറിലാണ്. പയ്യന്മാരെല്ലാം കൂടെ വെള്ള ഡ്രസ്, വെള്ള കാറ്, ഡ്രൈവർ വെള്ള നിക്കറ്. അത് ഇടൂല. വെള്ള നിക്കറേ കട്ട് ചെയ്യും എന്തായാലും. അപ്പൊ ശരി. ഇന്നലെ റിയാസിന്റെ വീട്ടിൽ കിടക്കാൻ പോയി കേട്ടോ. റിയാസിന്റെ ചെലവ് വീട്ടിൽ കിടക്കാൻ കൊണ്ടുപോയി. ചെലവ് 2000. സീരിയസ്ലി ഇവന്റെ ബാത്റൂമിൽ ഞാൻ ചെന്ന് കേറി തെറ്റി അടിച്ച് നേരെ പൈപ്പിൽ തലയിടിച്ച് തല പൊട്ടിയണ്ട. പൈപ്പിൽ തലയിടിച്ച് പൈപ്പിൽ നിന്ന് വെള്ളം പോണ്. എന്റെ ഫോണൊക്കെ വെള്ളം കയറി ഫുള്ള് പോയി. ഇന്ന് അപ്പൊ സ്റ്റിച്ചൊക്കെ ഇട്ട് വരാറുണ്ട് തലയെ കെട്ടൊക്കെ ആയിട്ട് ഹർഭജൻ സിംഗിനെ പോലെ. ജസ്റ്റ് മിസ്സില്. ഓക്കെ എടാ നിന്നെ അടുത്ത മണവാളനാണ്. ഈ അജ്മലിന്റെ കല്യാണമാണ് ഇനി അടുത്തത്. അത് നമുക്ക് പൊളിക്കണം. പിന്നല്ല. അപ്പൊ കേറിക്കോ, എല്ലാരും കേറി. ഇപ്പൊ കല്യാണ പയ്യനെ കൊണ്ടുള്ള ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞ്. അപ്പൊ നേരെ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് കാണാം. വലൈക്കും അസ്സലാം. മെയിനാണല്ലോ. അതില് മുണ്ടൊക്കെ മടക്കി കുത്തി അജ്മലിന്റെ അളിയനത പൂച്ചെണ്ടുമായി എത്തിയിരിക്കുന്ന ഗൈസ്. എന്തരാ കൊടുത്തേട്ടാ കാര്യമായിട്ട്. എന്നാ പിന്നെ ആനയിച്ചാലേ. ആനയിക്കല്ലേ. അപ്പൊ പയ്യന്റെ എൻട്രി ആണ് കേട്ടോ. ഗ്രാൻഡ് എൻട്രി ആണ് ഈ കാണുന്നത്.
ഇവിടെ ഫുള്ള് വെള്ളക്കാരാണ് കേട്ടോ. നമ്മളെ കൂടെ വന്നവരും ഇവിടെ നിന്നവരും പെണ്ണിൻ്റെ വീട്ടുകാരും ഫുള്ള് വെള്ളം. بسم الله الرحمن الرحيم برب الفلق من شر ما خلق. എന്നാ പിന്നെ പോയി മെയിൻ കളിച്ചാലോ? നമുക്ക് സ്റ്റേജിൽ കയറി മെയിൻ കളിച്ചാലോ? അവിടെ ഇഷ്ടംപോലെ മെയിനും കളിക്കാൻ അവിടെ നേരെ നേരെ നിൽക്കുന്ന ആൾക്കാര് നേരത്തെ വന്ന് ഇവിടെ ഇരിക്കണം. മെയിനാവാത്തത് വാ മെയിനാവണ്ടേ? ഇങ്ങനെ കൂടിയ ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് മെയിനാവാതെ വിളിച്ചിരുന്ന ഇത് ഇപ്പൊ പരിപാടി കഴിയുണ്ട്. ഇവിടുത്തെ പരിപാടി കഴിയുണ്ട്. എടാ പോടാ എവിടെ നമസ്കാരം. നമ്മളെ കുറച്ച് താമസിച്ചു പോയി. ഇവിടുന്ന് എല്ലാരും വെള്ളക്കാരാണല്ലോടാ. ഇവിടെ ഓ ഇനി മൈൻഡ് ചെയ്യൂല കേട്ടോ. ഇനി മൈൻഡ് ചെയ്യൂല. എത്രയും നേരം ശിവ ക്യാമറ വന്നാൽ പിന്നെ ഇവിടുത്തെ മെയിനാണ്. ഫോട്ടോ ഒഴിവാക്കി. ഇനി അടുത്തതായി സോഫിയയുടെ ഗ്രാൻഡ് എൻട്രി ആണ്. ഇവിടെ മണവാളെന്താ വെയിറ്റ് ചെയ്ത് പോണ്ടേ? അജ്മലെ ആ ടെൻഷൻ ഉണ്ടോ? എന്തിന്? കാലൊന്നും വിറയ്ക്കണില്ലല്ലോ അല്ലേ? അളിയനെ പറ്റി പറയാൻ അങ്ങനെ കൂടുതൽ ചിരി മതി. റാഹത്തായ ചിരി. ഹലോ പറഞ്ഞ പിന്നെ എങ്ങനെ സർപ്രൈസ് താഴെ പോയി കേട്ടോ? അതാ പറഞ്ഞേ. കിട്ടി രണ്ടിനെ കിട്ടി. ചെറുക്കന്റെ കല്യാണമൊക്കെ പറഞ്ഞ സമയത്ത് അടിപൊളിയായിട്ട് കിടന്നു. നീ ഇത് എവിടെ കടയിൽ പോയിട്ടായിരിക്കും വന്നത് മലയാളി. അളിയ അജ്മലിന്റെ മാജിക്കൽ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് പ്ലാൻ ചെയ്ത മാജിക്കിന്റെ നമ്മളെന്താ പറഞ്ഞറിയാമോ? അതായത് സോഫിയ ഇങ്ങനെ ക്രെയിനിൽ ഇറങ്ങി വരും. നമ്മുടെ അടിയിൽ നിന്ന് നമ്മുടെ ഈ സ്പീഡിൽ കറങ്ങണം. പൊങ്ങി ലിഫ്റ്റ് ചെയ്ത് പറയാം. ചെറുക്കൻ ഗ്രാൻഡ് ആയിട്ട് തന്നെ വന്നിറങ്ങി സ്റ്റേജിൽ. എന്താടാ നീ ഒരുങ്ങണ? നീ ഇവിടെ നിന്റെ കല്യാണത്തിന് നീ ക്രെയിനിലല്ലേ വന്നിറങ്ങണം? പിന്നെ അല്ല, അതിന്റെ കല്യാണത്തിന് ഫ്ലൈറ്റിലാണോ വന്നിറങ്ങുന്നത്? ഹെലികോപ്റ്റർ തൂങ്ങിയാലും അതെ. അടുത്ത ഈ വരുന്ന അടുത്ത ഗ്രാൻഡ് എൻട്രി നേരത്തെ പറഞ്ഞില്ലേ, ഹെലികോപ്റ്ററിൽ തൂങ്ങി ഇറങ്ങുമെന്ന് പറഞ്ഞു. അത് ഇവർ രണ്ടുപേരും കല്യാണം ഉണ്ട് കേട്ടാ. മാമി അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അജ്മലിന്റെ ഉമ്മയാണ് കേട്ടോ. അപ്പൊ അടുത്ത കല്യാണം ഇതിലും അടിപൊളി എൻട്രി ആയിരിക്കണം കേട്ടാ. അതെ, സെറ്റ്.
എന്തിനാണോ കരിക്കൻ ഷേക്ക് വേണോ? എടാ ഒരു കരിക്കൻ ഷേക്ക് എടുക്കട്ടാ. തണുപ്പ് തണുപ്പ് കുഴപ്പമില്ല. എടാ 2 കരിക്കൻ ഷേക്ക്. എങ്ങനെയുണ്ടോ? നമ്മള് കരിക്കൻ ഷേക്ക് ചോദിച്ചു, പക്ഷെ നമുക്ക് ബനാന ഷേക്ക് തന്നെ പറ്റിച്ചല്ലടാ. ഇതിനെതിരെ അജ്മലിന്റെ അടുത്ത് വല്ല പരാതി അഡ്ജസ്റ്റ് ചെയ്യാല്ലേ? ഷേക്കിന്റെ പൈസ മേടിക്കും. ബ്രൈഡിന് വെള്ളം എടുക്കാൻ വേണ്ടി വന്ന 2 അനിയത്തിമാരുണ്ടാ. ഇത്രയും സ്നേഹമുള്ള അനിയത്തിമാര് ഭീഷണിപ്പെടുത്തി പറഞ്ഞു കിട്ടുകയാണല്ലേ. ഇതാണ് നമ്മുടെ ചെറുക്കന് കിട്ടിയ കാറ്. ഇനി പയ്യെ ഇതിലായിരിക്കും കറക്കം. ഫുൾ റൈഡ് ഓണ്. ആനന്ദ്, കാർ ഓടിക്കാൻ അറിയാമോ എന്തോ പയ്യന്? നിനക്ക് വേണ്ട ഇതേപോലെ ഒരു കാറ്? സിംഗിൾ ലൈഫ് ഒന്നും പറഞ്ഞ് സിഗ്മ കളിച്ച് നടക്കാതെ പെണ്ണ് കിട്ടും. വേണ്ട, ഇതേപോലെ കിട്ടും. നമുക്ക് വേണ്ടല്ലേ അളിയാ. അജ്മലിന്റെ മാമി ഏതാ കോരി കൊടുക്കുകയാണ്. പഴയ ബെൽറ്റ് ഒത്തുകൂടി. പഴയ ബെൽറ്റ് അജ്മലിന്റെ ഉപ്പാപ്പയാണ്. അജ്മലിന്റെ ഉപ്പാപ്പമാരാണ് എല്ലാരും. ഇതെല്ലാം അജ്മലിന്റെ സ്വന്തം ഉപ്പാപ്പമാരാണ് കേട്ടോ. അടുത്തതായി എല്ലാവരും കൂടി ചേർന്ന് അജ്മലിനെ പൊക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി പതിയെ ഉടയാതെ താഴെ ഇറക്കിക്കോളൂ. നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവേണ്ട കേട്ടോ. എല്ലാവരും വിശന്ന് അപ്പോൾ നമ്മളെല്ലാവരും എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരെയാണ് അല്ലേ? ആ വിശക്കണില്ലേ? കൊച്ചു പയ്യൻ മാറിയില്ല. എടാ അഥവാ നിനക്ക് കിട്ടി ഇന്നത്തേക്കുള്ളത്. നല്ല മണമുണ്ടല്ലേ? അപ്പോൾ പോയി കഴിച്ചു നോക്കാം നമുക്ക്. വയറും വാടകയ്ക്ക് എടുത്ത് വന്നേക്കും. അതെ, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളി. അത് തന്നെ. എത്ര വർഷത്തിന് ശേഷം ഇവിടെ കാണുന്ന? 15 വർഷത്തിന് ശേഷം കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടാ. എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ആണുങ്ങളെ പുറത്ത് കാണിക്കാറില്ലേ? എടാ ഇത്ര നീ 1.5 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കണല്ലോ. ഉമ്മ ഉണ്ടോ? ഒളിച്ചിരുന്ന് സദ്യ കഴിക്കാണ്. ആരെയും വിളിക്കാതെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിക്കും. ഹാപ്പി ആയല്ലേ? തേച്ചാടാ, പാവത്തിന് തേച്ചാടാ. എടാ എന്തിനാടാ എവനല്ലേടാ നിന്നെ വിളിച്ചോണ്ടന്ന്? പാവപ്പെട്ട പയ്യൻ. എടാ ഇരുന്നു. എടാ അയ്യോ അതും പോയി. നോക്കിയാണ്. എനിക്ക് വേണ്ട, ഒറ്റയ്ക്കിരുന്ന് തിന്നെ നോക്കി. നമുക്കുള്ള പേപ്പർ വന്നിട്ടുണ്ട്. ഇനിയാണ് ഫുഡ് പറഞ്ഞത് കേട്ടോ. ആരുടെയോ തലയിൽ നിള വീണാണ്. ആര് എന്നാ കണ്ടാ? ചോറ് കഴിക്കണതിന്റെ ഇടയിൽ നോക്കിയാണ് ഇക്കച്ചിയായിട്ട് വിളിച്ച് സൊല്ലണത്. കണ്ടാ അല്ലയാ? ഇങ്ങനുണ്ട്. കാര്യമായിട്ട് മേടിച്ച് അറിയല്ലേ? ഇതാ പൊത്തി കഴിക്കണ്ട. ചിക്കന്റെ കാലെണ്ണമൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് എല്ലാവരും. എന്തിനടാ ഇത്? നിങ്ങൾ അത്ത ഇട്ട് വെച്ചേക്കണത്? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഓ വേണ്ട, ഹെൽത്ത് നോക്കണേ പയ്യനായോണ്ട്. അത് പാത്രം കണ്ടാലും അറിയാം കഴിക്കാൻ പറ്റാനില്ല. അതല്ലേ എന്തിനാ ഇത്?
ഒറ്റ വയറാണ്, ഒറ്റ വയറ്. ബിസിയാണേ. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഹായ് ആണ് ചോദിക്കാൻ. അപ്പൊ നമ്മളെ അജ്മലിന്റെ എന്റെ തേച്ചല്ലേ അപ്പൊ നമ്മുടെ അജ്മലിന്റെ കല്യാണ പരിപാടി വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ്? അടിപൊളിയല്ലേ? ഈജിപ്തിലൊക്കെ പോയി ഒന്നൊരു അജ്മൽ അറിഞ്ഞില്ലേ പെണ്ണിന്റെ വീട്ടുകാർ ഇത്രയും സെറ്റപ്പ് ആണെന്ന് കേട്ടാ. അവൻ ഇത് കാലൊക്കെ വിറയ്ക്കുന്നു, മുട്ടൊക്കെ ഒന്ന് വിറയ്ക്കുന്നു.